കുട്ടമ്പുഴ ക്നാശ്ശേരിയിൽ എൽദോസിനെ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ 7 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിന് ശേഷം കളക്ടറുടെ ഉറപ്പിൽ അയഞ്ഞ നാട്ടുകാർ. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ അടിയന്തര സഹായം കൈമാറി. പ്രതിഷേധക്കാർ ഉന്നയിച്ച 6 ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതോടെയാണ് രാത്രി വൈകിയുള്ള പ്രതിഷേധം അവസാനിച്ചത്. അടിയന്തര ധനസഹായമായ പൈസ അതിന് ചെക്ക് എൻ്റെ കയ്യിൽ അത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കുടുംബത്തിലെ പെൺകൾ അവിടെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അത് കൈമാറാം. രണ്ടാമത്തെ ഇതിവിടെ സംഭവിച്ചത് ഇവിടെ ട്രെഞ്ചിങ് കാര്യം 8 കിലോമീറ്റർക്കുള്ള ട്രെഞ്ചിങ്, ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രെഞ്ചിങ് DFOയോടും റേഞ്ച് ഓഫീസറോടും വിശദമായിട്ട് ചർച്ച ചെയ്തു. ട്രെഞ്ചിങ് ടെൻഡർ ആയിട്ടുണ്ട്, കോൺട്രാക്ടർ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ ഇന്ന് 16, ഇപ്പോൾ നാളായി ഇന്ന് വർക്ക് തുടങ്ങും. 5 ദിവസത്തിനുണ്ട്, അത് നമ്മൾ എഴുതി വെക്കാം. 5 ദിവസത്തിനുള്ളിൽ ഈ ലൈറ്റ് ഫുള്ള് മെയിൻ്റനൻസ് വർക്ക് തീരും. പിന്നെ ഫുൾ ലൈറ്റ് ഇടാനുള്ളതും ഉടനെ തന്നെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അത് തീരും. പിന്നെ RRT, ഇവിടെ RRTകൾക്ക് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള സ്പെഷ്യൽ ടീംസ്, ഇവിടെ ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള സ്പെഷ്യൽ ടീംസിൻ്റെ വണ്ടി കാര്യത്തിൽ MLA ഓൾറെഡി ഫണ്ട് വെച്ച് വണ്ടി കൊടുക്കാൻ പോകുന്നു ഇവിടെ. പക്ഷേ അത് പർച്ചേസും അതിൻ്റെ പ്രൊസീജിയേഴ്സും ഉണ്ട്. മീൻവൈൽ DFO റേഞ്ച് ഓഫീസർ വാടകയ്ക്ക് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അത് പാലിക്കും. വാടകയ്ക്ക് RRTക്കുള്ള വണ്ടിയാണ് മെയിൻ പ്രശ്നം. വണ്ടിക്കുള്ള വാടക കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പോയി വരുമായിരുന്നു. പുള്ളി 1 മാസമൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. ജോലി കൃത്യമായിട്ട് പുള്ളി പറയില്ല, അത് എവിടെയാണെന്ന് കൃത്യമായിട്ടൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇവിടേക്ക് വരും. കുടുംബത്തിന്റെ ആശ്രയമില്ല. അപ്പോൾ യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് പിള്ളേരാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും, ജോലിക്കാർ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ ആനയെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അധികാരികൾ കണ്ണു തുറന്ന് എന്തെങ്കിലും ഇനിയൊരു ഇത് ഉണ്ടാവല്ലേ, ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടം ഇത് വേറൊരു വീട്ടിലുണ്ടാവില്ല, അത്രേ പറയാനുള്ളൂ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ഒരു ന്യൂസ് ആക്കാനും അല്ലെങ്കിൽ അതിൽ എന്താ പറയണേ ഒരു ആളാകാനും ഒക്കെയാണ് ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ആളല്ലേ, ഞങ്ങളുടെ അത്താണിയല്ലേ. ഇനിയൊരു വീട്ടിൽ ഇങ്ങനെയൊരു നഷ്ടം സംഭവിക്കാതിരിക്കട്ടെ. ഈ ഒരു പ്രായമായ അപ്പനെയും അമ്മേനെയും ഞങ്ങൾ ഇനി വിട്ടിട്ടിട്ട് ഞങ്ങൾ 100 കിലോമീറ്റർ ദൂരെ അവിടെ എങ്ങനെ ഞങ്ങൾ പോയി ജീവിക്കും? ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എൽദോസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. കുട്ടമ്പുഴയിൽ ഇന്ന് ഹർത്താൽ ആചരിച്ച് ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം ഉരുളൻ തണ്ണി, പിണവൂർകുടി മേഖലകളിൽ കാട്ടാനകൾ കൂട്ടമായെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. കൂടുതൽ വിവരങ്ങളുമായി കുട്ടമ്പുഴയിൽ നിന്ന് ആസിഫ് മുഹമ്മദും ആൽവിൻ തോമസും ചേരുന്നുണ്ട്. കളമശ്ശേരിയിൽ നിന്നും സഹിൻ ആന്റണിയും ചേരുകയാണ്. ആദ്യം സഹിനിലേക്ക് പോവുകയാണ്. സഹിൻ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എപ്പോഴേക്കും മൃതദേഹം കിട്ടും? എപ്പോഴായിരിക്കും അവിടെ നിന്നും കൊണ്ടുപോകാനാകുക ഈ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം? ലക്ഷ്മി പത്മ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിലാണ്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എൽദോസ് വർഗീസിന്റെ അയൽവാസി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, നിങ്ങൾ അവിടെ നിന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ട്? 5 പേര് വന്നിട്ടുണ്ട്. കൂടുതൽ ആൾ വന്നിട്ടില്ല. കാരണം അവിടെ ആയിക്കഴിഞ്ഞാൽ പ്രകോപനം ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പേടിയാലാണ് കളമശ്ശേരിക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആളുകൾ കുറച്ചാവുന്നിട്ടുള്ളൂ. എവിടെയായിരിക്കും ഇതിന് ശേഷം സംസ്കാരവും മറ്റു പരിപാടികളൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? സംസ്കാരം വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇവിടെ തന്നെ ഒരു ചാപ്പലുണ്ട്, അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ഇതും കൂടി കഴിഞ്ഞ് കുർബാന കൂടി കഴിഞ്ഞ് അടുത്ത കുറുമറ്റം ശ്മശാനമുള്ളൂ, പള്ളിക്ക് സംസ്കാരമുള്ളൂ. ആ സംസ്കാരത്തിൽ അടക്കും ഒരു 3 മണിയോടുകൂടി സംസ്കാരം. ഇത് അവിടെ സ്ഥിരം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വഴിയാണോ? സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരവ് പോക്കൊക്കെ ഉണ്ടായിരുന്നു. മരണം ആദ്യമായിട്ടാണ് വന്നേക്കണത്. പിന്നെ അതിന് മുമ്പ് 2 വർഷം മുൻപ് അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ അപ്പുറം ആന ഒരാളെ കൊന്നതുണ്ട്.
പിന്നെ ഒരു 3-4 വർഷങ്ങളോടുകൂടി ഒത്തിരി കൊല നടന്നിട്ടുണ്ട് ആന തന്നെ. ആന തന്നെ കുറേ ആളുകളെ ഇത്തരത്തിൽ പഞ്ചായത്തിൽ തന്നെ, കുട്ടമ്പൽ പഞ്ചായത്തിൽ തന്നെ. അതായത് സ്ട്രീറ്റ് ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വെളിച്ചം ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണോ എൽദോസിൻ്റെ വീട്? എൽദോസിൻ്റെ വീട് അതിൻ്റെ വീടിനടുത്ത് തന്നെയാണ്. ആകെ വീട്ടിലേക്കുള്ള ഒരു അത്താണിയായിരുന്നു എൽദോസ്. അതെ. അവൻ പോയി സ്ഥിരം അതിലേലും പോയി പണം വെച്ച് വീട്ടിൽ കാരണന്മാർ 2 പേരും ഉള്ളു. 2 പേർക്കും സുഖമില്ലാത്ത 2 പേരും. ഒരാൾ അമ്മ കിടപ്പ, അപ്പനാണെങ്കിൽ എണിച്ച് നടക്കാം എന്നുള്ളൊരു കണ്ടീഷനുള്ളൂ. അങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു. ഇവൻ മാസങ്ങൾ പണിയാൻ പോയി. മാസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ വന്നെ. അന്നേരം പണി കഴിഞ്ഞ് വൈകുന്നേരം പോകുന്നതാണ്. അപ്പോൾ നാട്ടിലെ എല്ലാ കാര്യങ്ങളും തയ്യാറായിട്ടുണ്ടല്ലേ? റെഡിയായിട്ടുണ്ട്. ബോഡി എത്ര മണിക്ക് ഇത് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അവർ പറയുന്നത്? ആശുപത്രി 11 മണിയോടുകൂടി ഇടുമെന്ന് പറഞ്ഞു. 11 മണിയോടുകൂടി. അതുതന്നെയാണ് ലക്ഷ്മി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സംസ്കാര നടപടികളെല്ലാം തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ കാണുന്നത് പോലെ എൽദോസ് വർഗീസിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വരെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും തന്നെ രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സർക്കാർ പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. 11 മണിയോടുകൂടി മൃതദേഹം വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എൽദോസിന്റെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടി ചേരുകയാണ്. നടപടികളെല്ലാം പൂർത്തിയായോ? പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 11:30 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി 2 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. ഉരുളന്തണ്ണി പള്ളിയിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. ചേലാട് കുറുമറ്റം സെമിത്തേരിയിലാണ് അടക്ക്. ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോകും? ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്, ക്നാച്ചേരിയിലുള്ള വീട്ടിലേക്ക് പോകും. വീട്ടിൽ നിന്ന് അവിടെ എത്ര സമയം വെക്കാനാണ്? അവിടെ നിന്ന് പെട്ടെന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകും. 3 മണിയോടുകൂടി സംസ്കാരം 3 മണിക്ക് ഉള്ളിൽ നടത്താൻ പാകത്തിനുള്ള രീതിയിലാണ്. ഇവിടെ താമസം ഇല്ലെങ്കിൽ 3 മണിയോടുകൂടി നടക്കും. ഇവിടെ നിന്ന് ഒരു 11:30 മൃതദേഹം വിട്ടു നൽകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്? 11:30 തീരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോൾ കൊണ്ടുവരാൻ പറ്റും, ഒത്തിരി വൈകിയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് രാവിലെ സർജൻ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ എത്തിയിരുന്നു. മാത്രമല്ല, ഇൻക്വസ്റ്റ് നടപടികളും പരമാവധി വേഗത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിരിക്കുകയാണ്. അവിടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കളമശ്ശേരിയിൽ നിന്ന് സഹിൻ ആന്റണി. ആസിഫ് മുഹമ്മദും ആൽവിൻ തോമസും കുട്ടമ്പുഴയിലുണ്ട്. ആസിഫിലേക്ക്. ആസിഫ്, കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മൃതദേഹം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായത്. 7 മണിക്കൂർ മൃതദേഹവുമായി അവർ സമരം ചെയ്തു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഇപ്പോൾ രാവിലെ ആസിഫ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇലക്ട്രിക് വേലി അടക്കം പൊളിഞ്ഞ നിലയിലാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അത് പിന്നെയാണ്, ഈ മരണത്തിന് ശേഷമായിരുന്നു ഇട്ടത്. ഇതടക്കമുള്ള എന്തൊക്കെ ആവശ്യങ്ങളാണ് അധികൃതർക്ക് മുന്നിൽ നാട്ടുകാർ വച്ചത്? ഇതിലൊക്കെ എപ്പോഴേക്കും ഒരു പരിഹാരം ഉണ്ടാകും എന്ന ഉറപ്പാണ് അവർക്ക് കിട്ടിയത്? ലക്ഷ്മി, തീർച്ചയായും ഇന്നലെ നാട്ടുകാർ നടത്തിയ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില ഉറപ്പുകൾ നൽകിയിട്ടുള്ളത്. അത് ഇനി പാലിക്കപ്പെടുമോ എന്ന് നമ്മൾ നോക്കി തന്നെ കാണേണ്ടതാണ്. കാരണം ഇതിനു മുമ്പും പലതവണ ഇത്തരത്തിൽ പല ഉറപ്പുകളും ലഭിച്ച നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഇത് എത്രത്തോളം നടപ്പിലാക്കുമെന്ന് സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇന്നലെ ആ ഒരു മരണം നടന്നു. അതിൻ്റെ ആ ഒരു സമയത്ത് ആ ഉറപ്പുകൾ ലഭിക്കുമ്പോൾ അത് വിശ്വസിക്കുക മാത്രമേ ആ നാട്ടുകാർക്ക് മുമ്പിലുള്ള വഴിയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ പ്രധാനമായും 6 നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. അത് ഒടുവിൽ കളക്ടർ അംഗീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ പ്രധാനമായും ഈ വന്യമൃഗങ്ങൾ കടന്നു വരുന്ന ഇത് തടയാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന ഒരാവശ്യം തന്നെയാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അത് എത്രയും പെട്ടെന്ന് ആ പണികൾ ആരംഭിക്കാമെന്നുള്ള ഒരു കാര്യം കളക്ടർ പറയുന്നുണ്ട്. ട്രെഡ്ജ് നിർമ്മാണം ഇന്ന് തന്നെ ആരംഭിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും അത് ഏത് തരത്തിൽ ആരംഭിക്കാൻ കഴിയും, അത് ഏതൊക്കെ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. മറ്റൊന്ന്, വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചാണ്. അതിനും ശനിയാഴ്ചക്കുള്ളിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യം കളക്ടർ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട ഈ നടന്നു പോകുന്ന വഴികളിലും മറ്റും ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചാണ്. ഇന്നലെ ഈ അപകടം നടന്ന സ്ഥലത്തടക്കം യാതൊരു തരത്തിലുമുള്ള വഴിവിളക്കോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നീട് നാട്ടുകാരാണ് ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ വഴിവിളക്കും മറ്റും സ്ഥാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ
എത്തുകയും ചെയ്തത്. അത് 5 ദിവസത്തിനകം തന്നെ അത് സ്ഥാപിക്കാമെന്നൊരു ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് RRT സംവിധാനം കാര്യക്ഷമമാക്കാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. വാഹനങ്ങളടക്കം ലഭ്യമാക്കാം. അതിന് MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് പാസ്സായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ ലഭ്യമാക്കാം എന്നൊരു ഉറപ്പ് നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് എൽദോസിന് സഹോദരിക്ക് ജോലി ശുപാർശ ചെയ്യാം. പിന്നീട് ഇതെല്ലാം അവലോകനം ചെയ്യാൻ 27-ന് യോഗം ചേർന്ന് ഇത് നടപടികൾ വിലയിരുത്താം എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോഴും നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് അവർ എത്രത്തോളം ഈ ഒരു കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട്, അതിൽ അവരുടെ പ്രതീക്ഷ എത്രത്തോളമാണ് എന്ന് നമ്മൾ നോക്കി തന്നെ കാണേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലങ്ങൾക്കും ഈ വാഗ്ദാനങ്ങൾ സ്ഥിരമായി ലഭിക്കുന്ന ആളുകളാണ് ഇവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചേട്ടാ, ഇപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് വാഗ്ദാനം കിട്ടിയ ഒരു ജനതയാണ്. അതുകൊണ്ട് ഇത് നടപ്പിലാകുന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടല്ലേ? പ്രതീക്ഷയുണ്ട്. ഇതെന്നാ കളക്ടറുടെ ഉറപ്പിലും പിന്നെ ചെറുതായിട്ട് ഇപ്പോൾ രാവിലെ വന്ന ഒരു വർക്ക് തുടങ്ങി വെക്കുന്നുണ്ട്. ഫെൻസിങ്ങിൻ്റെ സ്ഥലങ്ങൾ സർവേ ഒക്കെ ചെയ്ത് അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. ഈ തവണയെങ്കിലും നടക്കുമെന്ന് നോക്കാം. അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇനിയും ഉണ്ടാവും. ഇനി ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ജനങ്ങൾ തയ്യാറല്ല. വന്യമൃഗശല്യം കൂടി വരുന്നു. ഇതിനൊരു പരിഹാരം ഇനിയും ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങും. അത് ഈ പ്രതികരണം, ഇന്നലത്തെ പ്രതികരണം തന്നെ അത്രയും ഫോഴ്സ് സംവിധാനങ്ങൾ വന്നെങ്കിൽ പോലും ആളുകളുടെ പ്രതിഷേധത്തിന് മുമ്പിൽ അവർ അടിയറ പറയുകയാണ് ചെയ്യുന്നത്. അതിലും വലിയ പ്രതിഷേധം ഇനി നടക്കും ഇങ്ങനെ വന്നാൽ തീർച്ചയായും. ലക്ഷ്മി, അത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം സൂചിപ്പിക്കാനുള്ളത്. അപ്പോഴും ഇവിടെ എൽദോസിൻ്റെ മരണത്തിന് കാരണക്കാരൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു സാക്ഷിയായി തന്നെ നേരത്തെ സ്ഥാപിച്ച വൈദ്യുതി വേലി അടക്കം നമുക്ക് കാണാം. ഇതാണ് ഈ കുട്ടമ്പുഴയിലെ പൊതുവെയുള്ള സ്ഥിതി. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പല പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ഏർപ്പെടുത്തുകയും അത് പിന്നീട് ഒന്നുമാകാതെ പോവുകയും ചെയ്യും. അത് കേവലം മാസങ്ങളോ ആഴ്ചകളോ മാത്രം പ്രവർത്തിച്ച് ഇല്ലാതാകുന്ന ഘട്ടം തന്നെയാണ് നമുക്ക് കുട്ടമ്പുഴയിൽ നിന്ന് ഈ ഒരു സമയത്ത് പറയാൻ കഴിയുക. ഏതായാലും ഇപ്പോഴും ഭരണകർത്താക്കളിൽ വലിയ വിശ്വാസം ഈ ജനത വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്നലെ തന്ന വാഗ്ദാനങ്ങളെങ്കിലും പാലിക്കപ്പെടുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഈ നാട്ടുകാർക്ക് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത്. ലക്ഷ്മി. ആസിം മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത് കുട്ടമ്പുഴയിൽ നിന്നും. ഇപ്പോൾ അവിടെ നിന്നും എൽദോ കൂടി ചേരുകയാണ്. ആൽവിൻ തോമസ് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആൽവിൻ, ഈ ഉരുളൻതണ്ണി, പിണവൂർകുടി മേഖലകളിൽ കാട്ടാനകൾ കൂട്ടമായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുകയുണ്ടായി. ഈ പ്രദേശങ്ങളൊക്കെ അതിനടുത്താണോ? പൊതുവെ ആ മേഖലകളിൽ ഇത്തരത്തിൽ വന്യജീവി ശല്യം അതിരൂക്ഷമായ ഇടങ്ങളാണ്. ഈ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ വേണ്ട വിധത്തിൽ അധികൃതർ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഒരു ഇര കൂടിയാണ് ഇപ്പോൾ എൽദോസ്. തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെ വേണം. ഈ ഇപ്പോൾ പറഞ്ഞ സ്ഥലം തന്നെ തൊട്ട് അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഉരുളൻതണ്ണി എന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അതിന് സമീപപ്രദേശത്ത് തന്നെയാണ് ഈ അപകടം നടന്നിട്ടുള്ളതും ഇന്നലെ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളതും. ഈ പ്രദേശം ആകെ പലപ്പോഴും കാട്ടാനയുടെ ശല്യം കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളായി ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതിന് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ കുടിയേറി പാർത്തവരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് 50 വർഷത്തോളം 40 വർഷത്തോളം ഒക്കെ ഉള്ള വർഷങ്ങളായി താമസിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവരൊക്കെ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് ഈ കാട്ടാനയുടെ ശല്യം ഇത്രത്തോളം വർദ്ധിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ദിവസങ്ങളിലൊക്കെയും കാട്ടാന പലയിടങ്ങളിലായി ആ ജനവാസ മേഖല പരിസരങ്ങളിലൊക്കെ ഈ കാട്ടാന വരുന്നത്. അതാണ് അവരെ ഭീതിപ്പെടുത്തുന്നത്. ഇപ്പോഴും ഒറ്റയാനാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. ചേട്ടൻ സ്ഥിരമായി ആനയെ കാണാറുള്ള ആളാണ്? ഞാൻ ഡെയിലി ആനയെ കാണണം. ആന കാണുമ്പോൾ ആന വഴി നീള ആന. അതെ, ഇപ്പം അവനെ കൊന്ന ആനയാണ് ഈ നിൽക്കുന്നത്. ഇതാ തോട്ടില് ഇവനെ കൊണ്ടത് 100 ഇത് അപ്പുറത്തുണ്ടോ? അത് അപ്പുറം ഉണ്ട്. അതല്ല, ഒരു 100 മീറ്റർ അകലേ ഉള്ളൂ. ഈ ദൃശ്യങ്ങൾ കൃത്യമായി കാണിക്കാൻ എടുത്തോളണം. ഇതുണ്ടോ, ആ തോട്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഇപ്പം നിൽപ്പുണ്ടല്ലേ? അവിടെ താഴെ നിൽപ്പുണ്ട് ആന. തൊട്ടടുത്തുള്ള തോടിന് സമീപത്ത് ഈ ആന നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസി കൂടിയായ. ഭയങ്കര ഈ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ സന്തോഷിനെ കൊന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത തോട്ടിലാണ്. ഒരു 100 തോടും വീടുമായിട്ട് 100 ഒരാഴ്ച ആന അവനെ കൊന്നിടത്ത് വന്നായിരുന്നു. ഒരു രക്ഷയില്ല. അവിടെ എൻ്റെയൊക്കെ പറമ്പിൽ ഒന്നുമില്ല, മൊത്തം തീർത്തു. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്തെങ്കിലും കണ്ടെത്തണം. അതുപോലെ തന്നെ ഈ വഴിയിൽ ട്രെഞ്ച് കുടിക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ നല്ല പെൻസിലിങ്. ഇതല്ലേ ഇവിടുത്തെ പെൻസിലിങ് കിടക്കണുണ്ടോ? ഈ സോളാർ ഫെൻസിങ് നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് വലിയ ഊട് പരിപാടിയാണ് ചെയ്തിട്ട് പോണത്. പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലാതിരിക്കണം ആന? അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ഇതിന് നിശ്ചിതമായ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം ഇതിന്. ആൽവിൻ, അദ്ദേഹം ആ ആനയുടെ ഫോട്ടോ, ആനയുടെ വീഡിയോ ഇപ്പോൾ പോയി ചിത്രീകരിച്ചതാണോ ഒന്ന് ചോദിക്കാമോ? ഒരു രക്ഷയില്ലാതിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. ഇത് കണ്ടില്ലേ, പെൻസിലിങ് കണ്ടില്ലേ ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഈ ആന പോകുന്നത് ഇപ്പം താഴെ ഉള്ളത് ഇപ്പം പോയി എടുത്തതാണോ? അത് ഇപ്പോഴേ രാവിലെ എടുത്തതാണല്ലേ?
രാവിലെ എടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ഒരു 3 കാട്ടാനക്കൂട്ടം, അല്ലെങ്കിൽ കാട്ടാനക്കൂട്ടത്തിൽ 3 എണ്ണമാണ് ഉള്ളത്. 3 കൊമ്പന്മാരാണ് ഉള്ളത്. ആ കൊമ്പന്മാർ പുഴ കഴിഞ്ഞ് പോകുന്നു എന്നുള്ളതാണ്, നമുക്ക് പുഴ കടന്നു പോകുന്ന കാഴ്ചയാണുള്ളത്. രാവിലെ എടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്ഥിരമായി ഇവിടെ കാട്ടാനെ കാണാറുള്ള ആളാണെന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ വിളക്കത്തിക്കാൻ പോകണം. അമ്പലത്തിൽ വിളക്കത്തിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഈ തോട്ടിൽ 100 മീറ്റർ ആകാൻ കണ്ടത് തോട്ടി ഇപ്പോൾ ഉണ്ടാകാനാ. തോട്ടി നിൽക്കണേ ഞാൻ പലപ്പോഴും കാണണം. ഈ അമ്പലത്തിൽ വിളക്കത്തിക്കാൻ പോകണം. ഞാൻ എല്ലാ മാസവും വിളക്കത്തിക്കാൻ പോകണ ആളെ. പകൽ സമയത്തും ശല്യമുണ്ടോ? പകലും ഉണ്ട് ആന. ആന എപ്പോഴും ഉള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ഇവിടെ ഉറപ്പുകളൊക്കെ ഇന്നലെ തന്നിട്ടുണ്ട്. ആ ഉറപ്പുകൾ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരം ഉറപ്പുകളിലേക്ക് നിങ്ങൾക്ക് വന്നത്. അതിൽ ആദ്യം പറഞ്ഞിരുന്ന ഡ്രഞ്ച് താക്കും, ഇന്ന് രാവിലെ അതിനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിന് തീരുമാനങ്ങൾ ഉണ്ടാവും ഉടൻ. തീരുമാനം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഒരിത്. നമുക്കിപ്പോൾ സർക്കാർ പറഞ്ഞു പോയാൽ സംവിധാനം ചെയ്യണം. അങ്ങനെ ആൾക്കാരുടെ ജീവനല്ലേ. ഇത് എന്തെങ്കിലും ഇങ്ങനെ അപകടം നടന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നമായിട്ട് വരുന്നു, ആൾക്കാരെ ഒതുക്കുന്നു, പോകുന്നു, വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ പ്രതിഷേധമായിരുന്നു, ചെയ്യുന്ന പരിപാടിയാണ്. വലിയ പ്രതിഷേധമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ചില ഉറപ്പുകൾ കിട്ടിയത്. ഇത് ഇന്നുകൊണ്ട് ഇതിപ്പോൾ രാവിലെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആൾ വന്നിട്ടില്ല. ഇത് ഇനിയിപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞ് പോയി. ഇനിയിപ്പോൾ ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ ആവശ്യക്കാർ വേണമെങ്കിൽ കുടിച്ചിട്ടോണം. പരിപാടി നടന്നുകൊണ്ട് തീരുവാണ്. പേടിയുണ്ടോ? പേടി ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. പേടിയില്ല. ഈ പ്രദേശത്തെ ഒരു ഭീതി ഉണ്ടോ? ഭീതി ഉണ്ടോന്ന് പറഞ്ഞ് ആനയല്ല, നിരന്തരം ഇത് തന്നെയാണ് ശല്യം അവിടെ. അത് ഈ ഫോറസ്റ്റുകാരെ ഒന്നും ഏൽപ്പിച്ച കാര്യങ്ങൾ, വലിയ പോലീസുകാരെയൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. അവിടെയുള്ള സാധാരണ മനുഷ്യർ അവർ പറഞ്ഞ് മടുത്തവരാണ്. അവർ ഇവരുടെ പ്രതിഷേധം എല്ലാ കാലത്തും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അധികൃതർ ഓരോ സമയവും ഇങ്ങനെ ഓരോരുത്തരുടെ ജീവൻ നഷ്ടമാകുമ്പോൾ അവിടെ വന്ന് സമവായ ചർച്ച നടത്തി അവരെ അനുനയിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇക്കുറി അതിന് ഒരുക്കമല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ആൾ അവിടെ നിന്നും ആനയുടെ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു. ആ ദൃശ്യം തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തത്. ഉരുളൻതണ്ണി, പിണവൂർക്കുടി മേഖലകളിൽ കാട്ടാനകൾ കൂട്ടമായി എത്തുന്ന ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വൈരമായി മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത് മലയോര ജനതയുടെ മാത്രം ഒരു പ്രശ്നമായി കാണാതെ കേരളത്തിൻ്റെ ഒരു കൂട്ടായ ആവശ്യമായി അധികൃതർക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ എല്ലാവർക്കും, അത് കക്ഷിഭേദമന്യേ മുന്നണികൾക്ക് കഴിയണം. പലതവണ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഇത് പാർലമെന്റിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഒരു പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസ് MP ഒക്കെ പറഞ്ഞത് വേട്ട അനുവദിക്കണം അടക്കമുള്ള ആവശ്യങ്ങളാണ് പറയുന്നത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഇടപെടൽ കൂടിയേ തീരൂ. ഒപ്പം സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും പ്രതിരോധ മാർഗങ്ങളിൽ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കുവാൻ കഴിയും. കുട്ടമ്പുഴ കണാശ്ശേരിയിൽ എൽദോസ് കാട്ടാന ആക്രമണത്തിന് ഇരയായതായി ആദ്യം അറിഞ്ഞത് സുഹൃത്തു കൂടിയായ ഓട്ടോ ഡ്രൈവർ സുരേഷാണ്. സുരേഷ് യാത്രക്കാരുമായി ഓട്ടോയിൽ കടന്നുപോയ സമയത്ത് കാട്ടാന ആക്രമണം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. ആളെ ഇറക്കി സുരേഷ് തിരികെ വരുമ്പോൾ എൽദോസിനെ ആക്രമിച്ചതായി കാണുകയായിരുന്നു. ഉടൻ തന്നെ സുരേഷ് നാട്ടുകാരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൂട്ടിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കണാശ്ശേരിയിൽ നിന്നും ആസിം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. എൽദോസ് ഇന്നലെ കൊല്ലപ്പെട്ട അതേ സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഈ സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇന്നലെ അതിനൊരു 5 മിനിറ്റ് മുമ്പാണ് ഈ വഴി ഓട്ടോയുമായി ഈ ചേട്ടൻ മുമ്പിലോട്ട് പോകുന്നത്. അതിനുശേഷം അവിടെ കൊണ്ട് ആളെ ഇറക്കി ഈ സുരേഷ് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ എൽദോസ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നലെ ഏത് സമയം എന്താണ് ചേട്ടാ ആ ഒരു സമയത്ത് സംഭവിച്ചത്? ചേട്ടൻ ആദ്യം ഒരു ഓട്ടോ എടുത്ത് പോവുകയായിരുന്നു. പോണതിൻ്റെ ഒരു 5 മിനിറ്റ് പുറകിലാണ് അവൻ വന്നത്. അവൻ സാധാരണ വന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോരാറില്ലേ. പക്ഷെ ഇന്നലെ എന്തോ ഓട്ടോറിക്ഷ വിളിക്കാണ്ട് അവൻ നേരെ നടന്നു പോന്നു. അതിൻ്റെ മുമ്പ് ഞാൻ പോയി കണ്ണെന്ന് പറഞ്ഞ ഒരു പയ്യനെ കൊണ്ടുപോയിട്ട് അവനെ വഴക്കും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ എൽദോസിനെ ആന ചവിട്ടിയിട്ട് കണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആന റോട്ടിൽ കൂടെ തന്നെ വരുമായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ പന്തിയേട് വന്ന് ഞാൻ തിരിച്ചു പോയി. സാധാരണ അങ്ങനെ പോകാറില്ല. ഇന്നലെ ചേട്ടൻ തിരിച്ചു വന്ന സമയത്ത് ആനയെ കണ്ടു. തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ആന ഓടിയ കാര്യം. പക്ഷേ തിരിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വണ്ടി കൊണ്ട് പോയി. അവിടെ പോയി ആളെ കൂട്ടി വന്നു. നിഖിൽ എന്ന് പറഞ്ഞാൽ മറ്റേ യദു എന്ന് പറഞ്ഞതിനെയും വിളിച്ച് ആർക്കും മുമ്പിൽ വെക്കാൻ ധൈര്യമില്ലാത്ത കാരണം ഞാൻ തന്നെ മുമ്പിൽ നിന്നു പോന്നു. ഇവിടെ വന്ന് ഞാനിത് കാണുന്ന 100 മീറ്റർ കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അറിയണേ ആനയെ ഒട്ടിയിട്ടുണ്ടെന്ന്. കണ്ണെന്ന് പറഞ്ഞ ആള് പയ്യൻ
അവിടുന്ന് ബൈക്കിന് വന്നിട്ട് അവൻ്റെ എന്തോ പൊതി മറന്നു വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ആളെ ചവിട്ടിയിട്ടുണ്ട് ആനാന്ന് പറഞ്ഞു. ആരാന്നറിയാൻ പാടില്ലാന്ന് പറഞ്ഞു. ഞാൻ നേരെ പോർഷാരുടെ അടുത്ത് ചെന്നു. പോർഷാരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ ഇവിടെ വന്ന് അന്വേഷിച്ചു. ഞാനപ്പോഴത്തേക്കും 14-ാം വാർഡിലെ മെമ്പർ പോയി വിളിച്ചു, ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ആർക്കും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത കാരണം എൻ്റെ കൂടെ പഠിച്ച കാരണം എനിക്ക് മനസ്സിലായി എൽദോസാന്ന് മനസ്സിലായി. നിങ്ങൾ ഒരേ സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന ആളുകളാണല്ലേ? 8-ാം മൈലിൽ നിന്ന് സ്കൂളിലാണ് പഠിച്ചത് അവൻ. അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു തീരെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നല്ലേ? അതെ, തീർച്ചയായും. ഇന്നലെ സാധാരണ ചേട്ടൻ ആദ്യം ഓട്ടം കൊണ്ടുപോയ ആള് ഈ സെയിം വണ്ടിയിൽ വന്നതാണോ? അല്ലല്ല, അവൻ അവിടെ പൊതി മറിഞ്ഞത് പിന്നെ ഞാൻ ചീത്ത പറഞ്ഞ കാരണം അവൻ അവിടെ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് വന്നു. ഓക്കെ. എന്നാൽ സാധാരണഗതിയിൽ എൽദോസ് ഇത്തരത്തിൽ ഓട്ടോ വിളിച്ചാണ് പോകാറുള്ളത് എന്നാണ് പറയുന്നത്. വന്യമൃഗശല്യം ഇല്ലാത്ത ഒരു മേഖലയിൽ ഇത്രത്തോളം വന്യമൃഗശല്യം വർദ്ധിക്കാനുണ്ടായ സാഹചര്യം, അത് ഈ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതടക്കമുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും സത്വരമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകണം, ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ള കാര്യമാണ് ആളുകൾ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്.